ഡാലസിൽ സ്പെയിൻ ഫ്രാൻസ് സെമിഫൈനൽ അതിൻ്റെ അവസാന സെക്കൻഡുകളിലേക്ക് നീങ്ങുകയാണ്. പൊടുന്നനെ ക്യാമറ ഗാലറിയിലെ VIP ബോക്സിലേക്ക് തിരിഞ്ഞു. അവിടെ അപ്പോൾ ചില പരിചിത മുഖങ്ങളുണ്ടായിരുന്നു. സ്പാനിഷ് ദേശീയ ടീമിൻ്റെ സുവർണ തലമുറയിലെ ചില നായകന്മാർ, കസിയസും റാമോസും ചാവിയും പിന്നെ പുയോളും. അവരുടെ കണ്ണിലപ്പോൾ ഒരു തിളക്കമുണ്ടായിരുന്നു. ലോക ഫുട്ബോളിൽ ലാറോജ പൂക്കൾ പുതുവസന്തം തീർക്കുന്ന കാഴ്ചക്ക് സാക്ഷിയായതിൻ്റെ തിളക്കം. 2008 മുതൽ 2012 വരെയുള്ള 4 വർഷക്കാലം ലോക ഫുട്ബോളിന് സ്പെയിൻ എന്നത് മറുവാക്കായിരുന്നു. 2 യൂറോയും ഒരു ലോകകപ്പും അടക്കം നേടാവുന്നതൊക്കെയും നേടി അവർ ആരാലും തൊടാനാവാത്ത ശക്തികളായി ഉദിച്ചു വരുന്ന കാലത്ത് ഒരു തുടർഭരണം ഉറപ്പിച്ചവർ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെ സ്പെയിൻ തകർന്നടിഞ്ഞു. ആദ്യം കോൺഫെഡറേഷൻ കപ്പിൽ നെയ്മറിന് മുന്നിൽ, 2014 ലോകകപ്പിൽ വാൻ പേഴ്സിയുടെ ഡൈവിംഗ് ഹെഡറിൽ, 18ലും 22ലും പെനാൽറ്റി ഭാഗ്യവും തുണച്ചില്ല. യൂറോ കപ്പിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. 2016ലും 2020ലും വീണത് ഇറ്റലിക്ക് മുന്നിൽ. നാഷൻസ് ലീഗ് ആദ്യ എഡിഷനിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായെങ്കിലും 2ാം വട്ടം ഫൈനൽ വരെ എത്തി. പൂത്തുലയുമെന്ന് കരുതിയ ലാറോജ വസന്തം കരിഞ്ഞുണങ്ങുന്ന കാഴ്ച കണ്ട് അങ്ങ് വടക്ക് സെന്റാൻഡർ മുതൽ തെക്ക് കാഡിസ് വരെയുള്ള സ്പാനിഷ് നഗരങ്ങൾ കണ്ണീരില്ലായിരുന്നു. ഡെൽബോസ്കേക്ക് പകരമെത്തിയ ലോപ്റ്റുഗുയിക്കും പിന്നാലെ എത്തിയ ലൂയിസ് എൻറിക്കയ്ക്കുമൊന്നും സ്പെയിനിന് കരകയറ്റാനായില്ല. 1000 പാസിലേക്ക് പന്ത് തട്ടുന്ന ടീമെന്ന ലെവലിൽ അവർ മീം പേജുകളിൽ പരിഹാസ കഥാപാത്രമായി. പെഡ്രിയും റോഡ്രിയും റാമോസും കാർവഹാലും തുടങ്ങി ക്ലബ് ഫുട്ബോളിൽ കിരീടങ്ങൾ കൊണ്ട് ആറാടിവർ ഒക്കെ ഒന്നിച്ചെത്തിയിട്ടും അണഞ്ഞുപോയ തീ ആളിക്കത്തിക്കാനായില്ല. പക്ഷേ പിന്നെ ഒരാൾ വന്നു. ഗതകാല സ്മരണകളിൽ മുങ്ങിത്താണിരുന്ന സ്പെയിനിനെ ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഒരു 62-കാരൻ. പേര് ലൂയിസ് ഡെ ലാ ഫുവെന്റ കാസ്റ്റിയോ. കളിക്കാരനായും പരിശീലകനായും സ്പെയിനിൽ മാത്രം കരിയർ തീർത്ത ലാ ഫുവെന്റ അണ്ടർ 19, അണ്ടർ 21, അണ്ടർ 23 ടീമുകളുടെ പരിശീലകനായ ശേഷമാണ് സീനിയർ ടീമിലേക്ക് എത്തുന്നത്. അത് തന്നെയായിരുന്നു അയാളുടെ ട്രംപ് കാർഡും. ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ പരിശീലകൻ എന്ന ഖ്യാതിയും അകമ്പടിയായി ഉണ്ടായിരുന്നു. ജൂനിയർ ലെവലിൽ താൻ കിരീടങ്ങൾ നേടുമ്പോൾ ടീമിലുണ്ടായിരുന്നവരെ അയാൾ സീനിയർ ടീമിലെ തുറുപ്പുചീട്ടുകളാക്കി. മിക്കേൽ മെറിനോ, ഡാനി ഓൾമോ, ഒയർ സബാൽ, ഉനായ് സിമർ തുടങ്ങിയവർ ആ ലിസ്റ്റിലുള്ളവരാണ്. ടിക്കി ടാക്കയുടെ നിഴലിൽ പണിത സ്പാനിഷ് ടാറ്റിക്സിനെ ആദ്യ ദിനം തന്നെ പൊളിച്ചെഴുതുന്ന വിപ്ലവകരമായ തീരുമാനവും അയാൾ എടുത്തു. ഫലം വിജയങ്ങളുടെയും കിരീടങ്ങളുടെയും അകമ്പടിയിൽ വന്നു ചേർന്നു. 2022-23 നാഷൻസ് ലീഗും 2024 യൂറോയും സ്പെയിനിലെത്തി. ലോക ഫുട്ബോളിലെ ചർച്ചയ്ക്ക് വീണ്ടും ചുവപ്പും മഞ്ഞയും നിറമായി. അതേസമയം തന്നെ ജൂനിയർ വനിതാ വിഭാഗങ്ങളിലും ആ തേരോട്ടം തുടർന്നു. കളിക്കാവുന്ന അത്ര ഫൈനലുകളിൽ ലാ റോജി ഗുവാൾഡ എന്ന സ്പാനിഷ് പതാക പാറി പറന്നു. നാഷൻസ് ലീഗ് നിലനിർത്താൻ അവസരമുണ്ടായെങ്കിലും പോർച്ചുഗലിന് മുന്നിൽ പെനാൽറ്റിയിൽ കാലിടറി. പക്ഷേ അസാധാരണമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ അവർ തങ്ങളുടെ അപരാജിത കുതിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. സൂപ്പർ സ്റ്റാർ പദവി എന്നൊന്ന് തൻ്റെ ടീമിൽ ഉണ്ടാവരുതെന്ന നിർബന്ധം അയാൾക്കുണ്ടായിരുന്നു. അതിനി ഏത് സീനിയർ താരമായാലും വളർന്നു വരുന്ന യുവപ്രതിഭയായാലും ശരി, തൻ്റെ ടാറ്റിക്സിനും ഫോർമേഷനും ചേർന്നവരല്ലെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും ലാ ഫുവെന്റ കാണിക്കില്ല. ഈ ലോകകപ്പിൻ്റെ ടീം സെലക്ഷനിൽ പോലും അത് പ്രകടമായിരുന്നു. കളമറിഞ്ഞ് കളിയൊരുക്കുക, ലാ ഫുവെന്റയുടെ വിജയമന്ത്രം അതായിരുന്നു. എതിരെ എത്തുന്നവരുടെ ബലവും ബലഹീനതയും മനസ്സിലാക്കി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിൽ അയാൾക്ക് അപാരമായൊരു കഴിവുണ്ടായിരുന്നു. ഈ ലോകകപ്പിലെ സ്പെയിനിൻ്റെ 11 മാത്രം എടുത്തു നോക്കിയാൽ അത് മനസ്സിലാവും. എത്ര സമർത്ഥമായാണ് ഓരോ പൊസിഷനിലും അയാൾ റൊട്ടേഷൻ കൊണ്ടുവരുന്നത്. ലൊറൻ്റെയും പോറയും റൈറ്റ് ബാക്കിൽ മാറി മാറി ഉപയോഗിച്ചു. മിഡ്ഫീൽഡിലും ഈ മാറ്റം നമ്മൾ കണ്ടു. പെഡ്രി, ഓൾമോ, ഫാബിയൻ റൂയിസ് എന്നിവരെ എതിരാളികൾക്കനുസരിച്ച് കളത്തിലിറക്കി. ലാ ലീഗിലെയും പ്രീമിയർ ലീഗിലെയും ഗോൾഡൻ ഗ്ലോവ് നേടിയ ഗോൾ കീപ്പർമാരെ പുറത്തിരുത്തി ഉനായ് സിമറിനെ ഫസ്റ്റ് ചോയ്സ് ആക്കി. എന്തിനേറെ പറയുന്നു, സ്പെയിനിൻ്റെ ഐക്കൺ പ്ലെയർ എന്ന വാഴ്ത്തുപാട്ട് കേൾക്കുന്ന ലെമീൻ യമാലിനെ പോലും ആവശ്യാനുസരണം പിൻവലിക്കാൻ അയാൾക്കറിയാം. ഒരു പരിശീലകൻ എന്ന നിലക്ക് കളത്തിനകത്തും പുറത്തും ടീമിലെ ഓരോരുത്തരുടെയും വിശ്വാസം നേടിയെന്നത് തന്നെയാണ് ലാ ഫുവെന്റയെ ഇത്തരത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. കളിശൈലിയും യഥേഷ്ടം മാറ്റുന്ന ശീലം ലാ ഫുവെന്റയ്ക്കുണ്ട്. നിക്കോ യമാൽ സഖ്യത്തിലൂന്നി വിങ് ബേസ്ഡ് അറ്റാക്കായിരുന്നു യൂറോയിലെങ്കിൽ ഒരു ടീം മൂവ്മെൻ്റാണ് സ്പെയിനിൽ നിന്നും ഈ ലോകകപ്പിൽ നമ്മൾ കാണുന്നത്. ഡാനി ഓൾമോക്കൊപ്പം ഫാബിയൻ റൂയിസിനെ ഇറക്കി അറ്റാക്കിൽ ആളുകളെ ഓവർലോഡ് ചെയ്യുന്നത് വഴി സെൻട്രൽ പെനട്രേഷനും ലാ ഫുവെന്റ പരീക്ഷിക്കുന്നത് കണ്ടു. ഇടതുവെങ്കിൽ നിക്കോ വില്യംസിന് പുറമെ അലക്സ് ബയന, ഫെറാൻ ടോറസ്, യെറമി പിനോ, ഗാവി തുടങ്ങി പല ശൈലിയുള്ളവരെ മാറി മാറി പരീക്ഷിക്കുന്നതിനും നമ്മൾ സാക്ഷിയായി. 37 മത്സരങ്ങളായി തുടരുന്ന അപരാജിത കുതിപ്പിനെ പുതിയ നാഴികക്കല്ലാക്കി മാറ്റാൻ ഇനി വേണ്ടത് ഒരേ ഒരു ജയമാണ്. അതായത് ലോകകപ്പ് ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ ഒരു ജയം. അതത്ര എളുപ്പമാവില്ലെന്ന ബോധ്യം ഏറ്റവും കൂടുതലുള്ളത് ലാ ഫുവെന്റയ്ക്ക് തന്നെയാണ്. കാരണം ഈ ലോകകപ്പിൽ ശക്തരായ ഒരു യൂറോപ്പ് ഇതര ടീമിനെ അവർക്ക് ജയിക്കാനായിട്ടില്ല. കേപ്പ് വെർദെയോട് പദ്ധതികൾ പാളിപ്പോകുന്നത് കണ്ടു. സൗദിയോ ഉറുഗ്വയോ വേണ്ടുവോളം പോരാട്ടം നൽകിയോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ പദ്ധതികളും കളിശൈലിയും സസൂക്ഷ്മം വീക്ഷിച്ചായിരിക്കും ലാ ഫുവെന്റ തൻ്റെ കുട്ടികളെ കളത്തിലിറക്കുക. അർജന്റീൻ പരിശീലകൻ ലയണൽ സ്കലോണിയുമായി നേരിട്ടൊരു ബന്ധമുണ്ട് ലാ ഫുവെന്റയ്ക്ക്. അതൊരു ഗുരുശിഷ്യ ബന്ധമാണ്. സ്കലോണി തൻ്റെ UFA പ്രോ കോച്ചിങ് ലൈസൻസ് സ്വന്തമാക്കുമ്പോൾ മുഖ്യ മെന്റർ റോളിൽ ഉണ്ടായിരുന്നത് ലാ ഫുവെന്റയാണ്. മെസ്സിയും യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തെ ആശാനും ശിഷ്യനും എന്ന തലക്കെട്ടിൽ വർണ്ണിക്കുമ്പോൾ അതേ വിശേഷണത്തിൽ ഈ രണ്ടുപേര് കൂടി വരും. ലോക പ്രശസ്തരായ തിരക്കഥാകൃത്തുക്കൾ എത്ര പേർ ഒന്നിച്ചിരുന്നാലും എഴുതാനാവാത്തൊരു തിരക്കഥ. അതാണ് 2026 ലോകകപ്പിൻ്റെ ഫൈനൽ.
ഒരു കാലത്ത് സ്പാനിഷ് മണ്ണിനെ ത്രസിപ്പിച്ച, ഫുട്ബോൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരുവൻ പടിയിറങ്ങുന്ന അതേ വേദിയിൽ ആ മാന്ത്രികത കണ്ടുവളർന്ന ഒരു പറ്റം എതിരാളികളായി എത്തുന്നു. ഒരാൾ തൻ്റെ സിംഹാസനം നിലനിർത്താൻ വരുമ്പോൾ മറ്റൊരുവൻ അത് നേടിയെടുക്കാനാണ് എത്തുന്നത്. കളി ഒതുക്കൊടുക്കുന്നവരും ചില്ലറക്കാരല്ല. 16 വർഷം ലോക ഫുട്ബോളിൽ സ്പെയിനിന് അതൊരു നീണ്ട കാത്തിരിപ്പാണ്. വിശ്വമേളയുടെ കലാശപ്പൊരിയിൽ ഒരിക്കൽ കൂടി പന്തു തട്ടാൻ അവർ പൊഴിച്ച രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും നാളുകളാണ്. യുഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റിയിൽ അന്നാരാവിൽ പൂത്ത ലാറോജ പൂക്കൾ മെറ്റ് ലൈഫിൽ ഒരിക്കൽ കൂടി പൂവിടുമോ? കാത്തിരിക്കാം.